എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഇന്നലെ PM സലാമും അതുപോലെ തന്നെ VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗിന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ടാണ് INL എന്ന നാഷണൽ ലീഗ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ച് സേഡ് സാഹിബ് മുന്നോട്ട് പോയതെന്നാണ്. അതിനുള്ള മറുപടി ഞങ്ങൾ തന്നെ പറയാം. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കണ PM സലാം എന്ന് പറഞ്ഞ ആ ഊള ഇന്നും ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഭാഗമാണ് ഇന്നും ഭക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരു 30,000 ഉറുപ്പ്യോളം ഒരു MLA ഫണ്ട് പെൻഷൻ വാങ്ങുന്നത് മുസ്ലിം ലീഗിൻ്റെ ഔദാര്യമല്ല, ഞങ്ങളെ നാഷണൽ ലീഗുകാരെ അധ്വാനത്തിൻ്റെ ഭാഗം. സേഡ് സാഹിബിൻ്റെ മക്കൾക്ക് പോലും ആ ഉപകാരം ഇന്ന് കിട്ടിയിട്ടില്ല. കിട്ടിയ ആൾ PM സലാമാണ്. മുഹമ്മദ് അലി സിയാബ് തങ്ങളെന്ന് തന്നെ പറയും. ലീഗാണ് ഞങ്ങൾ അവനെ മോശമായിട്ട് പറയാറൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സമുദായം പറഞ്ഞാണ് ജീവിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ എന്നേ PM സലാമിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇത്ര പുണ്യാളച്ചന്മാരായത് വർഗീയത പോരാം ഇത് പ്രസംഗിച്ച് നടന്ന് സ്വന്തം MLA ആക്കി ഈ ഇടതുപക്ഷത്തിൻ്റെയും ഈ നാഷണൽ ലീഗിൻ്റെയും പിന്തുണയോടുകൂടി MLA ആയിട്ട് 30,000-ഓളം പെൻഷൻ വാങ്ങി ജീവിക്കണം PM സലാം ഇന്നത് പറയാണ്. ഞങ്ങളാരും ഇതുവരെ തങ്ങന്മാരെ മുഹമ്മദ് അലി സിയാബെ എന്ന് വിളിച്ചിട്ടില്ല. അത് വിളിച്ചവരെ സംസ്ഥാന സെക്രട്ടറിനെയാണ് നിങ്ങളിപ്പോൾ കൊണ്ടുനടക്കുന്നത്. ഇതൊക്കെ നാളെ നിങ്ങളിയോം തിരിച്ചു പറയും. അവനവൻ്റെ ജീവിതമാർഗ്ഗമാണ് ഇത്. ഇനി ഒരു MLA ആകുക എന്നുള്ളതാണ് അവൻ്റെ അടുത്തത്. ഒരു MLA ഞങ്ങളാക്കി, അതിൻ്റെ ശേഷം MLA പോയിട്ട് ആയില്ല. അപ്പോൾ ഇന്നും ആ മുതൽ തിന്നുകാണ്ടാണ് അവൻ പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ സർക്കാരിന് വേണ്ടാറിന് എഴുതി കൊടുക്കണം, അവൻ അത്ര ആദർശം ഉണ്ടെങ്കിൽ. പിന്നെ VD സതീശൻ ഈ മതമേലധ്യക്ഷന്മാരും ഇവരെ കൂടെ നിന്നൊക്കെ നടന്നാണ് ഇന്ത്യൻ്റെ പാർലമെൻറ്റിൽ മഹാനായ സേഡ് സാഹിബ് 92 പള്ളി വിളിച്ചപ്പോൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങക്ക് ഈ കസാലി ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തിന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അന്ന് KR നാരായണൻ ഒറ്റപ്പാലത്ത് നിന്ന് വിജയിച്ചു പോയ കോൺഗ്രസിൻ്റെ MP അതിന് അദ്ദേഹം കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ രാഷ്ട്രപതി ആയിട്ടുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യൻ്റെ രണ്ടാമത്തെ ദുരിതമാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടി ഈ ഇന്ത്യയിൽ സംഭവിച്ചത്. ഇതൊരിക്കലും ഒരു മതേതരവാദിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അന്ന് പറഞ്ഞത് KR നാരായണ കോൺഗ്രസിൻ്റെ MP ആയി പോയി രാഷ്ട്രപതിയായ ആളാണ്. അയാളെ പറഞ്ഞാൽ അല്ലാതെ ഇന്നത്തെ ഈ VD സതീശനൊന്നും അന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. VD സതീശൻ ആരാണെന്നും PK കുഞ്ഞാലിക്കുട്ടി ആരാണെന്നും PM സലാം ആരാണെന്നും നാഷണൽ ലീഗുകാർക്ക് നന്നായിട്ടറിയാം. സേഡ് സാഹിബിൻ്റെ അനുയായികൾക്ക് ഞങ്ങൾക്കറിയാം. അതിന് ഞങ്ങൾക്ക് ഈ 3 ഏപ്പന്മാരെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. കാരണം ഞങ്ങൾ വർഗീയത പോരായിട്ടല്ല. ആ വർഗീയത പോരാണ്ട് ഇന്ന് കേരളത്തിൽ വർഗീയത വിറ്റ് നിന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ്. അത് സംസ്ഥാന പ്രസിഡന്റ് മുതൽ KM സാജി മുതൽ കല്ലായി മുതൽ ഓരോ പ്രാദേശിക നേതാക്കന്മാർ വരെ കൂലു തക്ബീർ അള്ളാഹു അക്ബർ പറഞ്ഞ മെമ്പർഷിപ്പ് കൊടുക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 2 മെമ്പർഷിപ്പ് ഉണ്ട്, ഈ മുസ്ലിം ലീഗിന് മാത്രമേ ഉള്ളൂ. ദളിത് മെമ്പർഷിപ്പ്, ദളിത് ലീഗ് പറഞ്ഞിട്ട് നാളെ 10 ക്രിസ്ത്യാനികൾ വന്നാൽ എന്താ പറ്റുക? ക്രിസ്ത്യൻ ലീഗ് ഉണ്ടാക്കുക. നിങ്ങളും വെള്ളാപ്പള്ളിയും ഇവരും എന്നൊക്കെ ഈ നാടിൻ്റെ വർഗീയ മുഖങ്ങളാണ്, അതിന് സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് നാഷണൽ ലീഗുകാരുടെ പ്രസ്ഥാനത്തിന് ദളിതനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരു മെമ്പർഷിപ്പാണ്. CPM-നും അതേ ഒരു മെമ്പർഷിപ്പാണ്. ഇത് മുസ്ലിം ലീഗിന് ദളിത് ലീഗുകാരുടെ ഒരു മെമ്പർഷിപ്പ്. മറ്റേൽ അസദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മെമ്പർഷിപ്പും എഴുതിയിട്ട് അത് വേറെ, ഹരിജൻസിന് വേറെ മെമ്പർഷിപ്പ്. ഇനിയിപ്പോൾ നാളെ 10 ക്രിസ്ത്യാനികൾ വന്നാൽ ഞങ്ങളെ മെമ്പർഷിപ്പ് എന്തേക്കാരം? ഞങ്ങൾക്ക് അങ്ങനല്ല. ഞങ്ങൾക്ക് എല്ലാവരും മനുഷ്യരെ കണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സേഡ് സാഹിബ് ഞങ്ങളെ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ പ്രസ്ഥാനത്തിന് 35 കൊല്ലം ഇന്ത്യൻ പാർലമെൻറ്റിൽ MP ആയിരുന്ന് ഒരു വാടകപ്പെരിയിലും മരിച്ചുപോയ ഒരു മഹാനായ മനുഷ്യൻ്റെ അനുയായികളാണ് ഞങ്ങൾക്ക്. ഈ 3 രപ്പന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താണോ, നിങ്ങളിന്ന് ആദർശം നിലപാടൊന്നും പഠിക്കേണ്ട ഗതികേട് നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകർക്കോ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കോ ഇല്ല. ഞങ്ങൾ ആരാന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ടാണ് 25 കൊല്ലം ഞങ്ങളെ പ്രവർത്തനം പഠിച്ച് കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടി മുന്നണി കയറിയിട്ടുണ്ടെങ്കിൽ അത് നാഷണൽ ലീഗാണ് എന്നുള്ള ഒരവകാശം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളെ പരിശോധിച്ചിട്ടാണ് ഞങ്ങളെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. 4 സീറ്റിനും 4 വോട്ടിനും വേണ്ടി RSൻ്റെ തിണ്ണ നിരങ്ങുന്നവരാരാണെന്നും കെട്ടിവെക്കാൻ മാധവൻകുട്ടിക്ക് പൈസ കൊടുത്ത ആരാന്നൊക്കെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് നിങ്ങളെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, 4 സീറ്റിനും 4 വോട്ടിനും വേണ്ടി RSSകാർ പണ്ട് ബ്രിട്ടീഷുകാരെ ചെരുപ്പ് നക്കിക്കണമെങ്കിൽ ഇന്ന് ഈ കേരളത്തിലെ വർഗീയവാദികളെയും മതമേലധ്യക്ഷന്മാരെയും ചെരുപ്പ് നക്കുന്ന UDFൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് നാഷണൽ ലീഗുകാർക്ക് വേണ്ട. നിങ്ങൾ എടുത്ത മരം മാറിയതാണ്. സേഡ് സാഹിബിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഇന്ത്യയിൽ ഇനി ജനിച്ച കൂട്ടത്തിലുമില്ല,
മരിച്ച കൂട്ടത്തിലും അതുപോലൊരു നേതാവ് വേറല്ല. അങ്ങനത്തെ ഒറ്റ ഒന്നേ ഉള്ളൂ, അത് മഹാനായ മഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഞങ്ങളെ നല്ലൊരു പ്രായവും ഞങ്ങളെ നല്ല അധ്വാനത്തിൻ്റെ ഭാഗവും ചെലവഴിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഞങ്ങളെ വർഗീയവാദികളേക്ക് ചിത്രീകരിക്കുന്ന ഈ നാട്ടിലെ ഏമ്പോക്കികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, UDF എന്ന പ്രസ്ഥാനത്തിനോട് പറയാനുള്ളത്, നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അതും തൽക്കാലം തെരഞ്ഞെടുപ്പിൽ 4 വോട്ടിനും വേണ്ടി RSSൻ്റെ അടുക്കളയിൽ കൊണ്ട് തിണ്ണ നിരങ്ങുന്ന നിങ്ങൾക്കാണ് ചേരുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.